Hello students, today we will see all the important chemical reactions in the family of haloalkanes. So here I have written all the equations including the preparation and properties of haloalkanes. So let's see the preparation methods first. So first one is from alcohol. ആൽക്കഹോളിൽ നിന്ന് എങ്ങനെയാണ് ഹാലോആൽക്കീന് RX എന്ന് ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. So PCl3, PCl5, SOCl2, HCl with anhydrous ZnCl2, bromine in red phosphorus, iodine in red phosphorus. So ഈ മെത്തേഡുകളാണ് RX പ്രിപ്പറേഷനിൽ ആൽക്കഹോളിൽ നിന്നുള്ള ഒരു പ്രിപ്പറേഷൻ RX പ്രിപ്പയർ ചെയ്യാൻ ആൽക്കഹോൾ ഉപയോഗിച്ച് ഈ മെത്തേഡുകൾ ഈ റിയേജൻസ് ഉപയോഗിക്കാം. ഇവിടെ PCl3, PCl5, SOCl2, HCl with anhydrous ZnCl2 ഇവിടെ എല്ലാം ഉണ്ടാകുന്ന RX എന്ന് പറയുന്നത് എക്സിന് പകരം Cl ആയിരിക്കും. ദാറ്റ് മീൻസ് ക്ലോറോ ആൽക്കീൻ ആയിരിക്കും ഇവിടെയെല്ലാം ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് SOCl2 എന്ന് പറയുന്ന റിയേജൻ്റാണ് ക്ലോറോ ആൽക്കീൻ ഉണ്ടാകുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കാരണം SOCl2 തയോണൈൽ ക്ലോറൈഡ് എന്ന് പറയും. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് haloalkane because the byproducts formed in this reaction is SO2 and HCl. So SO2 and HCl both are gases that can be escaped very easily. ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യുന്ന ഗ്യാസസ് ആണ്. അതുകൊണ്ട് തന്നെ ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് SOCl2 ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. ദെൻ ബ്രോമിൻ ഇൻ റെഡ് ഫോസ്ഫറസ് ഉപയോഗിച്ചാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ ബ്രോമോ ആൽക്കെയിൻ ആവും. അതായത് RBr എന്നുള്ള ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം. അയോഡിൻ ആണ് എക്സിൻ്റെ പ്ലേസിൽ വരേണ്ടതെങ്കിൽ അയോഡിൻ ഇൻ റെഡ് ഫോസ്ഫറസ് ഉപയോഗിക്കാം. സോ ദിസ് ഈസ് ഫ്രം ആൽക്കഹോൾസ്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫ്രം ആൽക്കീൻ. So alkene and HBr. So HBr addition of HBr with an unsymmetrical alkene. So unsaturated compound ആണ്, അതുകൊണ്ട് തന്നെ അഡീഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. സോ ഇവിടെ അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ H അഡീഷനും BR അഡീഷനും ഏത് കാർബണയിലാണ്, ഈ ഡബിൾ ബോണ്ടഡ് കാർബണയിൽ ഏത് കാർബണയിലാണ് H അഡീഷനും BR അഡീഷനും നടക്കുന്നത് എന്ന് അറിയാൻ we can use a rule that is called a Markovnikov's rule. So Markovnikov's rule പറയുന്നത് negative part of the adding molecule. So the negative part of the adding molecule is Br. Then H plus. So H plus and Br minus. So the negative part of the adding molecule will go to the carbon contain less number of hydrogen atoms. So ഇതാണ് CH. Hൽ ഇവിടെ ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ. സോ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്തോട്ടാണ് നെഗറ്റീവ് പാർട്ട് പോകുന്നത്. അതാണ് മാർക്കോണിക്കോസ് റൂൾ പറയുന്നത്. സോ ദ മേജർ പ്രൊഡക്റ്റ് വിൽ ബി ദിസ് ആൻഡ് ദ മൈനർ പ്രൊഡക്റ്റ് വിൽ ബി ദിസ്. സോ ഹൈഡ്രജൻ അഡീഷൻ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിൽ, ബ്രോമിൻ അഡീഷൻ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ. അതാണ് മാർക്കോണിക്കോസ് റൂൾ പറയുന്നത്. ഇനിയും ഇഫ് ദർ ഇസ് എ പെറോക്സൈഡ്, ഇഫ് there is the presence of a peroxide, പെറോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ HBr അഡീഷൻ നടക്കുന്നത് ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ അനുസരിച്ചാണ്. ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് പറയുമ്പോൾ മാർക്കോണിക്കോഫ്സ് റൂളിൻ്റെ ഓപ്പോസിറ്റ്. സോ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ആഡിങ് മോളിക്യൂൾ ഗോസ് ടു ദ കാർബൺ കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ ഇവിടെ മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ്. സോ അതാണ് ഈ രണ്ട് റൂൾസ്. സോ മാർക്കോണിക്കോഫ്സ് അഡീഷനും ആൻറ്റി മാർക്കോണിക്കോഫ്സ് അഡീഷനും പ്രത്യേകമായി നോക്കുക. പെറോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോസ് റൂളാണ്, പെറോക്സൈഡ് ഇല്ലെങ്കിൽ മാർക്കോണിക്കോസ് റൂൾ അനുസരിച്ചാണ് HBr അഡീഷൻ നടക്കുന്നത്. സോ വിത്ത് ആൽക്കീനാണ് റിയാക്ഷൻ. സോ ആൽക്കഹോളിൽ നിന്നും ആൽക്കീനിൽ നിന്നും RX പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. ദെൻ പ്രോപ്പർട്ടീസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ RXനകത്തെ എക്സിൻ്റെ പ്ലേസിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ന്യൂക്ലിയോഫൈൽ. ഒരു ന്യൂക്ലിയോഫൈലാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ ഈ റിയേജൻസിൽ നിന്നെല്ലാം നമുക്ക് ന്യൂക്ലിയോഫൈലിനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് കണ്ടുപിടിക്കുന്നത് നെഗറ്റീവ് പാർട്ട് ഏതാണെന്ന് നോക്കുക. സോ നെഗറ്റീവ് പാർട്ടാണ് ന്യൂക്ലിയോഫിലിക് പാർട്ട് എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് പാർട്ടാണ്. സോ ഇലക്ട്രോൺ റിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് പാർട്ട്. സോ അക്യൂസ് KOH ഉപയോഗിച്ചാൽ OH വിൽ ബി ദ നെഗറ്റീവ് പാർട്ട്. സോ ഇവിടെ എല്ലാം ഞാൻ
അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് പാർട്ട് ഏതാണെന്നുള്ളത്. സോ നെഗറ്റീവ് പാർട്ട് ആഡ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം. സോ RX എന്ന് പറയുന്ന ഹാലോ ആൽക്കെയിൻസ് ഈ റിയേജൻസ് എല്ലാം ഉപയോഗിച്ചാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. എക്സ് മാറി ന്യൂക്ലിയോഫിലിക് പാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അക്യൂസ് KOH ആണെങ്കിൽ OH ആണ് നെഗറ്റീവ് പാർട്ട്. സോ OH വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. എക്സിൻ്റെ പ്ലേസിൽ OH വരുന്നു. സോ ROH വിൽ ബി ദ പ്രോഡക്റ്റ്. അങ്ങനെ ഓരോ കേസിലും നെഗറ്റീവ് പാർട്ട് നോക്കുക. H2യുടെ കേസിൽ HOH എന്ന് നമുക്ക് എഴുതിയാൽ OH ആണ് നെഗറ്റീവ് പാർട്ടെന്ന് മനസ്സിലാവും. സോ ROH വിൽ ബി ദ പ്രൊഡക്റ്റ്. NaIയുടെ കേസിൽ I ഈസ് എ നെഗറ്റീവ് പാർട്ട് ഓർ ന്യൂക്ലിയോഫൈൽ. സോ RI വിൽ ബി ഫോംഡ്. സോ AgFൻ്റെ കേസിൽ F ഈസ് എ നെഗറ്റീവ് പാർട്ട് ഓർ ദ ന്യൂക്ലിയോഫൈൽ. സോ RF വിൽ ബി ഫോംഡ്. സോ ഈ രണ്ട് കേസിലും ഇത് രണ്ടും നെയിം റിയാക്ഷൻസ് ആണ്. ആ നെയിം റിയാക്ഷൻസ് കൂടെ ഇതിൻ്റെ കൂടെ നോക്കണം. അതായത് RFൻ്റെ പ്രിപ്പറേഷൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ അല്ല. സോ ഒന്ന് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, ഒന്ന് സ്വാർട്സ് റിയാക്ഷൻ. സോ RF പ്രിപ്പയർ ചെയ്യുന്നത് F വരുന്ന ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ അല്ല എന്ന് ഓർത്തിരുന്നാൽ ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും നെയിം റിയാക്ഷൻസ്. ദെൻ RCOOAg എന്ന് പറയുമ്പോൾ RCOO ദറ്റ് ഈസ് എ ന്യൂക്ലിയോഫിലിക് പാർട്ട്. സോ RCOOR എസ്റ്റർ ഫോർമേഷൻ. ദെൻ AgNO2 KNO2. ഇവിടെ ഒരു പ്രത്യേകത, NO2 എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ അതിന് നമുക്ക് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയാം. ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ. സോ ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയോഫൈലിൻ്റെ രണ്ട് സൈറ്റും ബോത്ത് സൈഡ്സ് വിൽ ബി അറ്റാച്ച്ഡ്. രണ്ട് സൈഡ് ഉപയോഗിച്ചും അറ്റാച്ച് ചെയ്യാം. അതായത് NO2 എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലിൻ്റെ നൈട്രജൻ വെച്ച് അറ്റാച്ച് ചെയ്താൽ വി വിൽ ഗെറ്റ് RNO2. ഇനിയും O വെച്ചാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അത് RONO. സോ രണ്ടു തരം പ്രോഡക്റ്റ്സ് ഉണ്ടാകുന്നു. സോ AgNO2 ഉപയോഗിച്ചാൽ RNO2 കിട്ടുന്നു, KNO2 ഉപയോഗിച്ചാൽ RONO കിട്ടുന്നു. സോ NO2 എന്ന് പറയുന്നത് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലാണ്. ദെൻ അതേപോലെയാണ് KCN AgCN. ഈ രണ്ട് കേസിലും CN എന്ന് പറയുന്നതാണ് നെഗറ്റീവ് പാർട്ട്. അവിടെ C വെച്ച് അറ്റാച്ച് ചെയ്താൽ RCN കിട്ടുന്നു, N വെച്ച് അറ്റാച്ച് ചെയ്താൽ NC കിട്ടുന്നു. സോ സയനൈഡും ഐസോസയനൈഡും. സോ CN എന്ന് പറയുന്നതും NO2 മൈനസ് എന്ന് പറയുന്നതും CN മൈനസ് എന്ന് പറയുന്നതും ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലാണ് എന്ന് ഓർത്ത് ഇത് പ്രത്യേകമായി നോക്കുക. അതായത് AgNO2 ഉപയോഗിച്ചാൽ RNO2, KNO2 ഉപയോഗിച്ചാൽ RONO, KCN ഉപയോഗിച്ചാൽ RCN, AgCN ഉപയോഗിച്ചാൽ RNC. Then another reagent, that is sodium salt of an alkyne. അവിടെ this alkyne part is the negative part, so we will get a higher alkyne. Then NH3 അമോണിയ ഉപയോഗിച്ചാൽ HNH2 എന്ന് നമുക്ക് അമോണിയ എഴുതിയാൽ NH2 മൈനസ്, so NH2 മൈനസ് ആൻഡ് H പ്ലസ്, so NH2 will be the nucleophile, so we will get RNH2. RNH2 is an amine. Then RONA പ്ലസ്, RO മൈനസ് NA. RONA എന്ന് പറഞ്ഞാൽ സോഡിയം ആൽക്കോക്സൈഡ്. സോഡിയം ആൽക്കോക്സൈഡിൽ RO മൈനസ് എന്നുള്ളതാണ് ന്യൂക്ലിയോഫിലിക് പാർട്ട്, NA പ്ലസും RO മൈനസും. സോ എക്സിൻ്റെ പ്ലേസിൽ RO അല്ലെങ്കിൽ OR ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. സോ വി വിൽ ഗെറ്റ് ROR. സോ ROR എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ആൻ ഈതർ. സോ ദിസ് ഈസ് ഓൾസോ എ നെയിം റിയാക്ഷൻ. ദിസ് ഈസ് കോൾഡ് എ വില്യംസൺസ് ഈതർ സിന്തസിസ്. സോ വില്യംസൺസ് ഈതർ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഈതർ ഫോർമേഷനാണ് ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും. സോ ഇത്രയും റിയേജൻസ് ഉപയോഗിച്ചാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. RX എന്ന് പറയുന്ന നമ്മുടെ ഹാലോ ആൽക്കെയിനിലെ ഹാലജൻ എന്ന് പറയുന്ന പാർട്ട് ഇവിടെയുള്ള ഈ റിയേജൻസിലെ ന്യൂക്ലിയോഫൈൽ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് ഈ പ്രോഡക്ട്സ് എല്ലാം, ഇവിടെയെല്ലാം പ്രോഡക്ട്സ് കിട്ടുന്നത്.
Then comes the next reaction or the next property, that is elimination reaction. So elimination reaction നമുക്ക് ഡീഹൈഡ്രോഹാലജനേഷൻ എന്ന് പറയാം. അതായത് ഹൈഡ്രജനും ഹാലജനും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഹൈഡ്രജനും ഹാലജനും എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന റിയാക്ഷനാണ് എലിമിനേഷൻ റിയാക്ഷൻ. ഇതിന് നമുക്ക് ബീറ്റ എലിമിനേഷൻ എന്ന് പറയാം. കാരണം ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ, ദിസ് ഇസ് ആൻ ആൽഫ കാർബൺ, the next carbon is beta carbon. So beta കാർബണിലെ ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് ബീറ്റ ഹൈഡ്രജൻ. സോ ബീറ്റ ഹൈഡ്രജനും ഹാലജനുമാണ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ജനറലി നമുക്ക് ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയാം. ഹാലജനും എലിമിനേറ്റ് ചെയ്യുന്നു ഹൈഡ്രജൻ ഫ്രം ദ ബീറ്റ പൊസിഷൻ. അതുകൊണ്ട് വി വിൽ ഗെറ്റ് ആൻ ആൽക്കീൻ. ഇവിടെ ഉപയോഗിക്കുന്നത് ആൽക്കഹോളിക് KOH എന്ന് പറയുന്ന റിയേജൻ്റ് ആണ്. സോ ഇവിടെ ആൽക്കഹോളിക് KOH ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് അക്യൂസ് KOH ആണ്. അക്യൂസ് KOH ഉപയോഗിച്ചാൽ ഇറ്റ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആൽക്കഹോളിക് KOH ഉപയോഗിച്ചാൽ ദിസ് ഇസ് ബീറ്റ എലിമിനേഷൻ. സോ ഈ രണ്ട് റിയേജൻസും പ്രത്യേകമായി നോക്കണം. ദെൻ നെക്സ്റ്റ് alkyl halide or haloalkene is a different haloalkene, that is ഇവിടെയും ആൽക്കഹോളിക് KOH ഉപയോഗിക്കുന്നു. ആൽക്കഹോളിക് KOH ഉപയോഗിച്ചാൽ ഒരു ബീറ്റ എലിമിനേഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് ദ ബീറ്റ കാർബൺ. സോ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ദിസ് ഇസ് ആൽഫ. ദെൻ ദ നെക്സ്റ്റ് കാർബൺ ഇസ് ബീറ്റ. സോ ഇങ്ങോട്ട് പോയാൽ ഇവിടെയും ഒരു ബീറ്റ കാർബൺ ഉണ്ട്. സോ രണ്ട് ബീറ്റ കാർബൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് തരം ബീറ്റ ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഹൈഡ്രജൻ ഈസ് എലിമിനേറ്റഡ് ഫ്രം ഹിയർ, ഇവിടെ നിന്നാണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് എ പ്രോഡക്റ്റ്. ഇവിടെ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് അനദർ പ്രോഡക്റ്റ്. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റിൻ്റെ സാധ്യതയുണ്ട്. സോ രണ്ട് പ്രൊഡക്റ്റിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ വിച്ച് ഈസ് ദ മേജർ പ്രോഡക്റ്റ്. സോ മേജർ പ്രോഡക്റ്റ് എന്താണെന്ന് തീരുമാനിക്കുന്നതാണ് സെയ്റ്റ്സഫ് റൂൾ. സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. സോ ഇവിടെ നോക്കുമ്പോൾ ഈ ആൽക്കീൻ പാർട്ടിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണുള്ളത്. അതായത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ, ഇവിടെ ഒരു മീതാൽ ഗ്രൂപ്പ്, ഇവിടെയും ഒരു മീതാൽ ഗ്രൂപ്പ്, ഇവിടെയും ഒരു മീതാൽ ഗ്രൂപ്പ്, ഇവിടെയും ഒരു മീതാൽ ഗ്രൂപ്പ്, രണ്ട് മീതാൽ ഗ്രൂപ്പുണ്ട്. അതായത് 2 മീതാൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് ആൽക്കീൻ. ഇവിടെ വരുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഒരു ആൽക്കൈൽ പാർട്ട്, ദിസ് ഇസ് ആൻ ഈതൈൽ പാർട്ട്, പക്ഷേ ഒരു ആൽക്കൈൽ പാർട്ടേ ഉള്ളൂ. ഈ സൈഡിൽ ആൽക്കൈൽ പാർട്ട് ഇല്ല. സോ ഇവിടെ രണ്ട് സൈഡിലും ആൽക്കൈൽ പാർട്ട് വരുന്നു. അതുകൊണ്ട് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റാണ്. സോ ദിസ് വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. സോ ഇത് തീരുമാനിക്കുന്നത് സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ചാണ്. സോ ആൽക്കഹോളിക് KOH ഉപയോഗിച്ചാൽ ബീറ്റ എലിമിനേഷൻ. ദെൻ കംസ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ദറ്റ് ഈസ് വിത്ത് മെറ്റൽസ് സോഡിയവും മഗ്നീഷ്യം. അതായത് മഗ്നീഷ്യവും സോഡിയവും മെറ്റലുമായിട്ടുള്ള ഹാലോ ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ വിത്ത് മഗ്നീഷ്യം. മഗ്നീഷ്യവുമായി റിയാക്ട് ചെയ്യുന്നത് ഈതർ കണ്ടീഷൻ, അതായത് ഈതീരിയൽ കണ്ടീഷൻ, ഈതറിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സോ വി വിൽ ഗെറ്റ് RMgX. RMgX എന്ന് പറഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. സോ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ് മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് RX + Mg, അത് ചേർത്ത് എഴുതുക, RMgX, ദാറ്റ് ഈസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇവിടെ ഒരു റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ പാടില്ല. വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ RMgX എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ കാർബണായിട്ട് മാറും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈതറിൻ്റെ പ്രസൻസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ. സോഡിയവുമായിട്ടുള്ള റിയാക്ഷനിൽ 2 ആൽക്കൈൽ ഹാലൈഡുകൾ എടുത്തിട്ടുണ്ട്. സോ 2 ആൽക്കൈൽ ഹാലൈഡുകൾ എടുത്ത് സോഡിയവുമായി റിയാക്ട് ചെയ്യുന്നു. സോ 2NaX എലിമിനേറ്റ് ചെയ്താൽ RR എന്ന് വെച്ചാൽ ഒരു ആൽക്കെയിൻ വിത്ത് ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഹയർ ആൽക്കെയിനാണ്. ഈ ആറും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഹയർ ആൽക്കെയിൻ, നമ്മൾ എടുക്കുന്ന ആൽക്കെയിനേക്കാട്ടിൽ ഇരട്ടി നമ്പർ കാർബണുള്ള ഒരു ആൽക്കെയിനായിരിക്കും ഈ കേസിൽ ഉണ്ടാകുന്നത്. സോ ഇത് ഒരു നെയിം റിയാക്ഷനാണ്. ദിസ് ഇസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. സോ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ഫോർമേഷൻ, മഗ്നീഷ്യവുമായിട്ടുള്ള റിയാക്ഷൻ. ഇത് രണ്ടുമാണ് ഹാലോ ആൽക്കെയിൻസും മെറ്റൽസും തമ്മിലുള്ള റിയാക്ഷൻ. സോ ഇത്രയും റിയാക്ഷൻസ് ഒരുമിച്ച്
ഒരുമിച്ച് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു മെമ്മറൈസ് ഓൾ ദ റിയാക്ഷൻസ്. സോ ഇത് ഹാലോ ആൽക്കെയിൻസിൻ്റെ മുഴുവൻ റിയാക്ഷൻസുമാണ്, അതായത് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നെയിം റിയാക്ഷൻസും പ്രത്യേകം നോക്കുക. നെയിം റിയാക്ഷൻസും ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. ഇവിടെ ഫിംഗൽസ്റ്റീൻ, സ്വാട്സ്, വില്യംസൺ സിന്തസിസ്, വുഡ്സ് റിയാക്ഷൻ. സോ ഇത്രയും റിയാക്ഷൻസ്. പിന്നെ ബീറ്റ ഹാലജനേഷനും ബീറ്റ എലിമിനേഷനും ഒരു നെയിം റിയാക്ഷനായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ബീറ്റ എലിമിനേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ. ദെൻ മാർക്കോണിക്കോവ്സ് റൂൾ, ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ. അപ്പോൾ ഈ പേരുകളൊക്കെ ഉപയോഗിച്ച് ഒരുമിച്ച് ഈ ഒരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു മെമ്മറൈസ് ഓൾ ദ റിയാക്ഷൻസ് ഇൻ ദ ഫാമിലി ഓഫ് ഹാലോ ആൽക്കെയിൻസ്.